നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തോടുള്ള ലോകത്തിലെ പ്രതികരണങ്ങളാണ് വാർത്തയിൽ ഇടം നേടിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകി ലോക സാമ്പത്തിക രാജ്യങ്ങളിലെ പൊതു തിരഞ്ഞെടുപ്പുകൾ. ഓസ്ട്രേലിയയിൽ നടന്ന ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ മധ്യ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക്. ട്രംപ് പ്രചരണത്തിന് പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് ലിബറൽ നാഷണൽ സഖ്യത്തിന്റെ തലവനായ ടട്ടന് സ്വന്തം സീറ്റ് വരെ നഷ്ടപ്പെട്ടു. സിംഗപ്പൂരിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ഭരണകക്ഷിയായ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി ഭരണം നിലനിർത്തി. പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തുടരാം. തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ഡച്ച് ലാൻഡ് പാർട്ടിയെ വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് മുദ്രകുത്താനുള്ള ജർമ്മനിയുടെ തീരുമാനത്തെ വിമർശിച്ച് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എതിർ വിമർശനം. ഭീകരവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച 4 ഇറാൻ പൗരന്മാർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്ത് UK പോലീസ്. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ വളരെ നല്ല മാന്യൻ എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇരുവരും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച്. ഞാൻ പോപ്പായാൽ ഇങ്ങനെയിരിക്കും. അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കവേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സ്വയം പോപ്പായി ചിത്രീകരിച്ച ചിത്രം പോസ്റ്റ് ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക വിശ്വാസികൾ. തമിഴ്നാട്ടിലെ തിരുത്തുറൈപ്പൂണ്ടിക്ക് സമീപം കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി പോയ വാനും ബസ്സും കൂട്ടിയിടിച്ച് 4 പേർ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണമടഞ്ഞത് തിരുവനന്തപുരം സ്വദേശികൾ. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയയിൽ നടന്ന ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ മധ്യ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക്. ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആന്റണി അൽബനീസ് 2ാം തവണയും തകർപ്പൻ വിജയത്തോടെ ഭരണം നിലനിർത്തി. പ്രതിപക്ഷ നേതാവ് പീറ്റർ ടട്ടന് സ്വന്തം സീറ്റ് നഷ്ടപ്പെട്ട കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത്. ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങൾപ്പെട്ട് വലതുപക്ഷ നേതാവായ പീറ്റർ ടട്ടനെയും പാർട്ടിയെയും വോട്ടർമാർ അവഗണിക്കുകയായിരുന്നു. ജീവിത ചെലവും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും ആധിപത്യവും പുലർത്തിയ 5 ആഴ്ചത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ശനിയാഴ്ച ആൽബനീസിലെ ലേബർ പാർട്ടി അപ്രതീക്ഷിതമായി ഭരണം നിലനിർത്തുകയായിരുന്നു. ട്രംപിന്റെ താരിഫ് യുദ്ധം മൂലം ആഗോളതലത്തിൽ പ്രതിസന്ധിയിലായ ഒരു കാലഘട്ടത്തിന്റെ ഓസ്ട്രേലിയൻ നയിക്കാൻ 62-കാരനായ അൽബനീസ് ഓസ്ട്രേലിയൻ ജനത തിരഞ്ഞെടുക്കുകയായിരുന്നു. 2004 ശേഷം തുടർച്ചയായ കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി മാറി അദ്ദേഹം. ഞായറാഴ്ച രാവിലെ വരെ വോട്ടെണ്ണൽ തുടരുമ്പോൾ 150 ലോവർ ഹൗസ് സീറ്റുകളിലും ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 76-ലധികം സീറ്റുകൾ ലേബർ പാർട്ടിക്ക് നേടാനായി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രതിപക്ഷ നേതാവ് പീറ്റർ ടട്ടനെ വിജയിക്കാൻ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ടീമിനെ രംഗത്തിറക്കിയതായും കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു. ഓസ്ട്രേലിയയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഡിക്സൺ സീറ്റ് നേടിയെടുത്ത ലേബർ സ്ഥാനാർത്ഥി അലി ഫ്രാൻസ് ആണ് രാജ്യത്തെ ഇന്നത്തെ താരം. പ്രതിപക്ഷ നേതാവ് പീറ്റർ ടട്ടനിൽ നിന്നും ഡിക്സൺ സീറ്റ് പിടിച്ചെടുത്താണ് അലി ഫ്രാൻസ് ശ്രദ്ധാ കേന്ദ്രമായി മാറിയത്. ലിബറൽ നാഷണൽ സഖ്യത്തിന്റെ തലവനായ ടട്ടൻ 24 വർഷമായി ഡിക്സൺ സീറ്റ് കൈവശം വെച്ചിരിക്കുകയായിരുന്നു. സ്വന്തം സീറ്റ് നഷ്ടപ്പെട്ട ആദ്യത്തെ ഫെഡറൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ടട്ടൻ. നികുതി ഇളവുകൾ, മരുന്നു ചെലവ് കുറയ്ക്കൽ, വൈദ്യുതി റിബേറ്റുകൾ, ശമ്പളത്തോടു കൂടിയ രക്ഷകർതൃ അവധി വർദ്ധിപ്പിക്കൽ, വിദ്യാഭ്യാസത്തിലും പൊതുജനാരോഗ്യത്തിലും നിക്ഷേപം നടത്തുക എന്നിവയുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിനായിട്ടായിരുന്നു ഫ്രാൻസ് പ്രചരണം നടത്തിയത്. 2011 ഒരു അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട 49-കാരിയായ ഫ്രാൻസ് മുൻ പത്രപ്രവർത്തകയും കമ്മ്യൂണിക്കേഷൻസ് മാനേജരും പാരാ അത്ലറ്റിക് കൂടിയാണ്. മുൻ ക്വീൻലാൻഡ് സംസ്ഥാന മന്ത്രി പീറ്റർ ലോലറയുടെ മകളാണ്. പ്രാദേശിക അംഗമെന്ന നിലയിലും അലി മികച്ച രീതിയിൽ ജോലി ചെയ്യുമെന്ന് ശനിയാഴ്ച നടന്ന തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ടട്ടൻ വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ സാമ്പത്തിക നയങ്ങൾ ആഗോള മാന്ദ്യത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിൽ നടന്ന സിംഗപ്പൂരിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ഭരണകക്ഷിയായ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി ഭരണം നിലനിർത്തി. പ്രധാനമന്ത്രി ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തുടരാമെന്ന് ഔദ്യോഗിക ഫലങ്ങൾ കാണിക്കുന്നു. യുഎസിന്റെ അധിക താരിഫ് ഇടപെടലുകൾ ഉണ്ടായിട്ടും ഭരണകക്ഷി അധികാരം നിലനിർത്തി എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കുള്ള തിരിച്ചടി തന്നെയാണെന്നും ഞായറാഴ്ച പുലർച്ചെ വോങ്ങിന്റെ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി 97 സീറ്റുകളുള്ള ഏകസഭാ നിയമസഭയിൽ 49 സീറ്റുകളുടെ പരിധി കടന്ന് ഭൂരിപക്ഷ സർക്കാർ രൂപീകരിച്ചു. പുനരുജ്ജീവിപ്പിച്ച പ്രതിപക്ഷത്തിനെതിരെ വോങ്ങിന്റെ പാർട്ടി ഇക്കുറി പുതിയൊരു പരീക്ഷണത്തെ നേരിടുകയായിരുന്നു. US താരിഫുകൾ വരുത്തുന്ന ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ വ്യാപാരാധിഷ്ഠിത രാജ്യത്തെ നയിക്കുമ്പോൾ തനിക്ക് ശക്തമായ പിന്തുണ നൽകാൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുവായിരുന്നു പ്രചാരണം.
തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ഡച്ച്ലാൻഡ് പാർട്ടിയെ വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് മുദ്ര കുത്തുവാനുള്ള ജർമ്മനിയുടെ തീരുമാനത്തെ വിമർശിച്ചതിന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് ജർമ്മൻ വിദേശ മന്ത്രാലയത്തിന്റെ രൂക്ഷ വിമർശനം. ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ സേവനമായ ഫെഡറൽ ഓഫ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വെള്ളിയാഴ്ച FDA വലതുപക്ഷ തീവ്രസേനയായി പ്രഖ്യാപിച്ചിരുന്നു. പ്രതിപക്ഷത്തെ നിരീക്ഷിക്കാൻ ജർമ്മനി അതിന്റെ ചാര ഏജൻസിക്ക് പുതിയ അധികാരങ്ങൾ നൽകിയത് ജനാധിപത്യമല്ലെന്നും അത് വേഷം മാറി നിൽക്കുന്ന സ്വേച്ഛാധിപത്യമാണ്. യഥാർത്ഥത്തിൽ തീവ്രവാദി ജനപ്രിയമായ AfD അല്ല, മറിച്ച് AfD എതിർക്കുന്ന സർക്കാരിന്റെ മാരകമായ തുറന്ന അതിർത്തി കുടിയേറ്റ നയങ്ങളാണ് എന്നാണ് വ്യാഴാഴ്ച റൂബിയോ എക്സിൽ കുറിച്ചത്. വലതുപക്ഷ തീവ്രവാദം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം US സ്റ്റേറ്റ് സെക്രട്ടറിയെ എതിർത്തു പറഞ്ഞു. ഇതാണ് ജനാധിപത്യം. നമ്മുടെ ഭരണഘടനയും നിയമവാഴ്ചയും സംരക്ഷിക്കുന്നതിനുള്ള സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണത്തിന്റെ ഫലമാണ് ഈ തീരുമാനം. അന്തിമ തീരുമാനം സ്വതന്ത്ര കോടതികളിലായിരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഭീകരവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് 4 ഇറാനിയൻ പൗരന്മാർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്ത് UK പോലീസ്. ലണ്ടൻ, സ്വീഡൻ, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പ്രദേശങ്ങളിലാണ് അറസ്റ്റ് നടന്നത്. ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യമിടുന്നതായി സംശയിക്കുന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടവരാണ് ഇവരെന്നും ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. 29-നും 46-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെയും UK-യിലെ ഭീകര പ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്നു എന്ന സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതായും ഒരാളുടെ പൗരത്വം വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ വളരെ നല്ല മാന്യനെന്ന് വിശേഷിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ വിശേഷണം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടന്ന അഭിനന്ദന ഫോൺ കോളിനു ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ഇതിലും നല്ലവനാകാൻ കഴിയില്ല എന്നും നമുക്ക് ഒരു മികച്ച ബന്ധം ഉണ്ടാകുമെന്നും ട്രംപ് പ്രവചിച്ചു. ഇത്തവണ ട്രംപ് പതിവ് പോലെ കാർണിയെ ഗവർണർ എന്ന് പരാമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ കാർണിയുടെ റോളിൽ അവരുടെ ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ച ട്രംപുമായിട്ടാണ്. ട്രംപ് ആവർത്തിച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുമായി 51ാമത്തെ US സംസ്ഥാനമാകാൻ കാനഡയ്ക്ക് താൽപ്പര്യമില്ലെന്നും കാനഡ US-ൽ ചേരുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്നും കാർണി വെള്ളിയാഴ്ച വ്യക്തമാക്കി. അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കവേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സ്വയം പോപ്പായി ചിത്രീകരിച്ച ചിത്രം പോസ്റ്റ് ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തോലിക്ക വിശ്വാസികളിൽ നിന്നും രൂക്ഷ വിമർശനം. വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പങ്കിട്ട ചിത്രം വിശ്വാസത്തെ പരിഹസിച്ചുവെന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റ് കാത്തലിക് കോൺഫറൻസ് ആരോപിച്ചു. തനിക്ക് പോപ്പ് ആകണമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തമാശ പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. 1 വർഷം മുമ്പ് ഫ്ലോറിഡയിലെ ടാമ്പയിൽ നടന്ന ഗർഭചിത്ര അനുകൂല റാലിയിൽ മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ കുരിശടയാളം സ്ഥാപിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. സൗദിയിൽ ടാക്സി ഓടിക്കണമെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഡ്രൈവർ കാർഡ് നിർബന്ധം. ഡ്രൈവിംഗ് ലൈസൻസിന് പുറമെ ഡ്രൈവർക്കുള്ള പ്രത്യേക തിരിച്ചറിയൽ കാർഡാണ് ഇത്. ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവർ കാർഡും ഇല്ലാതെ ഒരു ഡ്രൈവർക്കും ടാക്സി മേഖലയിൽ ജോലി ചെയ്യാൻ ഇനിയാകില്ല. നിയമം മെയ് 1 മുതൽ പ്രാബല്യത്തിലായി. ടാക്സി സർവീസ് നടത്താൻ ലൈസൻസ് ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ഡ്രൈവർമാരുടെ സ്റ്റാറ്റസ് തിരുത്തൽ വേഗത്തിലാക്കുവാനും സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് അവർ കാർഡ് നേടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഗതാഗത അതോറിറ്റി മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങൾ യാത്രക്കാരുടെയും ചരക്കുമാറ്റത്തിന്റെയും കാര്യത്തിൽ വൻ വളർച്ച രേഖപ്പെടുത്തുമ്പോൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പിന്നോക്കം പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക ലാഭം കുറഞ്ഞതിനെ തുടർന്ന് നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ അവരുടെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. 60 വർഷത്തിലധികം സേവനത്തിന് ശേഷം മാർച്ച് മാസത്തിൽ ബ്രിട്ടീഷ് എയർവേസ് കുവൈറ്റിലേക്കുള്ള പ്രതിദിന വിമാനങ്ങൾ അവസാനിപ്പിച്ചു. ഇതിനു മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ജർമ്മനിയുടെ ലുഫ്താൻസയും അതിനു മുമ്പ് നെതർലാൻഡിന്റെ KLM-ഉം സമാനമായ രീതിയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. മൊത്തത്തിൽ 14 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കുവൈറ്റ് വിമാനത്താവളത്തിലെ പ്രവർത്തനം നിർത്തിവെച്ചു. കുവൈറ്റിലെ സബാഹ് അൽ അഹമ്മദ് ഷാലയുടെ സമീപത്തുള്ള കടലിൽ മുങ്ങിത്താഴ്ന്ന കുട്ടിയെ രക്ഷിച്ച് അഗ്നിരക്ഷാസേന. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം. റിപ്പോർട്ട് ലഭിച്ചയുടൻ അഗ്നിരക്ഷാസേനയും മറൈൻ റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി. കുട്ടിയെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഉടൻ തന്നെ കൂടുതൽ പരിചരണത്തിനും വിലയിരുത്തലിനുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. അത്യാഹിത വിഭാഗം ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി കുട്ടിയെ പരിചരിച്ചു. കുട്ടിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഇതുവരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല.
അതിവേഗ പാതയിൽ വേഗം കുറച്ച് വാഹനം ഓടിച്ചതിന് അബുദാബിയിൽ കഴിഞ്ഞ ഒരു വർഷം പിഴ ലഭിച്ചത് 4,09,059 പേർക്ക്. UAE ഉടനീളം കഴിഞ്ഞ വർഷം ട്രാഫിക് പിഴ ലഭിച്ചത് 4,09,305 പേർക്കാണ്. ഇതിൽ 99% അബുദാബിയിലാണ്. 2023 3,01,147 നിയമലംഘനങ്ങളാണ് UAE റിപ്പോർട്ട് ചെയ്തത്. 2023 അപേക്ഷിച്ച് 2014 1.09 ലക്ഷത്തിലേറെ നിയമലംഘനങ്ങളാണ് ഉണ്ടായതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിൽ തിരുത്തുറൈപ്പൂണ്ടിക്ക് സമീപം കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി പോയ വാനും ബസും കൂട്ടിയിടിച്ച് തിരുവനന്തപുരം സ്വദേശികളായ 4 പേർ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരുവാരൂർ ജില്ലയിലെ തിരുത്തുറൈപ്പൂണ്ടിക്കടുത്തുള്ള കരുവേപ്പിൻചേരി പ്രദേശത്ത് ഇന്ന് രാവിലെ നാഗ്പട്ടണത്തിൽ നിന്നും രാമനാഥപുരത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സർക്കാർ ബസും തിരുവനന്തപുരത്ത് നിന്നുള്ള 7 വിനോദസഞ്ചാരികളുടെ സംഘവുമായി വേളാങ്കണ്ണിയിലേക്ക് പോവുകയായിരുന്ന വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. വാനിൽ യാത്ര ചെയ്തിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ രജിനാഥ്, രാജേഷ്, സജിത്ത്, രാഹുൽ എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റ് യാത്രക്കാരായ കാഞ്ഞിരംകുളം സ്വദേശി റെജീനസ്, തിരുവനന്തപുരം നെല്ലിമേട് സ്വദേശികളായ സാബി, സുനിൽ എന്നിവരെ സാരമായ പരിക്കുകളോടെ തിരുതുറൈപ്പൂണ്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെക്കുറിച്ച് വിയൂർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായേക്കാമെന്ന ദിവസങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി റിപ്പോർട്ട്. ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഒത്താശ ചെയ്ത പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള അടുത്ത നടപടിയുമായി അവിടെ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ നിർത്തിവെച്ചു. പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനമില്ല. കത്തും പാഴ്സലും അടക്കം നിരോധിച്ചു. ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാനിൽ പോകുന്നത് വിലക്കി. ഏതു സാധന സാമഗ്രിയായാലും അതിന്റെ ഉറവിടമോ അതു കയറ്റി അയക്കുന്നതോ പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരാനാകില്ല. സ്കൂൾ അധ്യാപകരായ കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും ശമ്പളത്തിൽ നിന്നും ആദായ നികുതി ഈടാക്കണമെന്ന് സുപ്രീം കോടതി. കഴിഞ്ഞ വർഷത്തെ വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട ഹർജി കോടതി തള്ളി. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ശമ്പളത്തിൽ നിന്നും TDS ഈടാക്കണമെന്ന് വിധിച്ചത്. ഇത് ശരിവെച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ പുതിയ വിധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ സർക്കാർ കടുത്ത നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാസ്ത്രത്തിലും സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായ ചിന്താശേഷി പ്രോത്സാഹിപ്പിക്കണമെന്നും മറിച്ച് മിത്തുകളും അശാസ്ത്രീയമായ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കരുതെന്നും MK സ്റ്റാലിൻ വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുവാനും സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സ്ഥാപനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കുവാനും യൂണിവേഴ്സിറ്റി അധികൃതരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ സർക്കാർ കർശനമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി കേരള ഹൈലൈറ്റ്സ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭാ നേതൃത്വം. ആന്റോ ആന്റണി, പേരാവൂർ MLA സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. സഭാ താൽപര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസിൽ നിന്നുള്ള മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവരെ കണ്ടാണ് ബിഷപ്പുമാർ നിലപാട് അറിയിച്ചത്. KPCC വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കലിന്റെ പേര് ഉയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. തൃശൂർ പൂരം കലക്കലിന് ADGP MR അജിത് കുമാറിന്റെ വീഴ്ച സ്ഥിരീകരിച്ച് മന്ത്രി K രാജന്റെ മൊഴി. പൂരം മുടങ്ങിയ സമയത്ത് പല തവണ ഫോണിൽ വിളിച്ചിട്ടും MR അജിത് കുമാറിനെ കിട്ടിയില്ല. പ്രശ്നസാധ്യത എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെട്ടില്ലെന്നും മൊഴി. പൂരം നടത്തിപ്പിലെ വീഴ്ച അന്വേഷിക്കുന്ന DGPയുടെ സംഘത്തിനാണ് മന്ത്രി മൊഴി നൽകിയത്. ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിച്ചില്ലെന്ന് മന്ത്രി മൊഴി നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ പൊട്ടിത്തെറി അസാധാരണമായ സംഭവമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. വിദഗ്ധ പരിശോധനകൾ ഉണ്ടാകുമെന്നും അടിയന്തര ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സാങ്കേതികപരമായിട്ടുള്ള മറ്റ് പരിശോധനകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഇനി ഇന്നത്തെ പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 112.25 ഇന്ത്യൻ രൂപ.
$1 $84.58 ഇന്ത്യൻ രൂപ, €1 $95.76 ഇന്ത്യൻ രൂപ, £1 $1.33. ഇനി സ്പോർട്സ്. കിങ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ സതാംപ്ടണെതിരെ 2-0 എന്ന ആധികാരിക വിജയം നേടിയ ലെസ്റ്റർ സിറ്റി ഹോം മത്സരങ്ങളിൽ 5 മാസമായി വിജയിക്കാൻ ലെസ്റ്ററിന് കഴിഞ്ഞിരുന്നില്ല. 17-ാം മിനിറ്റിൽ ബിലാൽ എൽ ഖനൌസിന്റെ ക്രോസ് ജാമി വാർഡി ഗോളാക്കി മാറ്റി. ലെസ്റ്ററിനായി തന്റെ 199-ാം ഗോളാണ് ജാമി വാർഡൻ നേടിയത്. പകുതി സമയത്തിന് തൊട്ടുമുമ്പ് ഫ്രീ കിക്ക് ബാറിൽ തട്ടിയതിനു ശേഷം ലഭിച്ച റീബൗണ്ടറിൽ നിന്നും ഗോൾ നേടിയ ജോർദാൻ അയൂർ ലീഡ് ഇരട്ടിയാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകി ലോക സാമ്പത്തിക രാജ്യങ്ങളിലെ പൊതു തിരഞ്ഞെടുപ്പുകൾ. ഓസ്ട്രേലിയയിൽ നടന്ന ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ മധ്യ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക്. ട്രംപ് പ്രചരണത്തിന് പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് ലിബറൽ നാഷണൽ സഖ്യത്തിന്റെ തലവനായ ടട്ടന് സ്വന്തം സീറ്റ് വരെ നഷ്ടപ്പെട്ടു. സിംഗപ്പൂരിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ഭരണകക്ഷിയായ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി ഭരണം നിലനിർത്തി. പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തുടരാം. തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ഡച്ച് ലാൻഡ് പാർട്ടിയെ വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് മുദ്രകുത്താനുള്ള ജർമ്മനിയുടെ തീരുമാനത്തെ വിമർശിച്ച് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എതിർ വിമർശനം. ഭീകരവാദ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച 4 ഇറാൻ പൗരന്മാർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്ത് UK പോലീസ്. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ വളരെ നല്ല മാന്യൻ എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇരുവരും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച്. ഞാൻ പോപ്പായാൽ ഇങ്ങനെയിരിക്കും. അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കവേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സ്വയം പോപ്പായി ചിത്രീകരിച്ച ചിത്രം പോസ്റ്റ് ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക വിശ്വാസികൾ. തമിഴ്നാട്ടിലെ തിരുത്തുറൈപ്പൂണ്ടിക്ക് സമീപം കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി പോയ വാനും ബസ്സും കൂട്ടിയിടിച്ച് 4 പേർ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണമടഞ്ഞത് തിരുവനന്തപുരം സ്വദേശികൾ. ഈ ബുള്ളറ്റിംഗ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.